ദൈവനാമത്തിലെ സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേകതയുള്ള ഒരു പഠന പരമ്പരയുടെ 115-ാമത്തെ അവതരണം റോമർക്കെഴുതിയ ലേഖനം. 104-ാമത്തെ അവതരണത്തിൽ ആരംഭിച്ചൊരു പഠനമാണ് റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെയുള്ള ബൈബിളിലെ തന്നെ ഏറ്റവും കഠിനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വേദഭാഗത്തെക്കുറിച്ചുള്ള പഠനം. ഇപ്പോൾ ഏകദേശം 11 അവതരണത്തിലെത്തി നിൽക്കുകയാണ് ഈ ഒരു വിഷയം മാത്രം. ഇനി ഒരു അവതരണത്തോടു കൂടി നമ്മൾ ഈ അധ്യായം അവസാനിപ്പിക്കും. ഇപ്പോൾ ഒരു രത്നച്ചുരുക്കമായി നാം ചിന്തിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. 115-ാമത്തെ അവതരണം റോമലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെ. ആദാമിൻ്റെ ഏകപാപം, ഏക മനുഷ്യനായ ആദാമിൻ്റെ പാപം തൻ്റെ സന്തതി പരമ്പരകൾക്ക് ആ പാപം കൊണ്ടുവന്ന ഭവിഷ്യത്ത് പങ്കിടുവാനിടവരുത്തി. അവർ ആ പാപത്തിൻ്റെ ഭവിഷ്യത്തുകൾ പങ്കിട്ടു, അനന്തരഫലം അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ ആദാമിൻ്റെ പാപത്തിന് അവർ കുറ്റക്കാരല്ല, നാമും കുറ്റക്കാരല്ല. ഇപ്പം പൗലോസ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ആദാം എന്ന ഏക മനുഷ്യൻ ചെയ്ത ആ ഏക പാപത്തെക്കുറിച്ചാണ്, അതിൻ്റെ ഭവിഷ്യത്ത് അനന്തരഫലത്തെക്കുറിച്ചാണ്. വ്യക്തിപരമായി നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെയും അതിൻ്റെ ഫലത്തെക്കുറിച്ചും അതിൻ്റെ ആത്മീക മരണം തുടങ്ങിയ ഫലങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആദാമിൻ്റെ പാപഫലമായി സംഭവിച്ച ആ ഭവിഷ്യത്തുകൾ, അനന്തരഫലങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇവിടെ പ്രധാന പ്രതിപാദ്യ വിഷയം. അപ്പോൾ ആദാം ഏക മനുഷ്യൻ്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും കടന്നു വന്നു. മരണം എന്നതിനെ വേർപാട് എന്നർത്ഥമാക്കുന്നു. ജീവനുള്ള ദൈവത്തിൽ നിന്ന്, ജീവൻ്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് വേർപെടുക എന്നതാണ് മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന്, ഏദൻ തോട്ടത്തിലെ ദൈവസന്നിധിയിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടു. അതോടുകൂടി ആ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിഷേധിക്കപ്പെട്ട അവൻ തിരിച്ചു പൊടിയിലേക്കുള്ള യാത്ര തുടങ്ങി. മനുഷ്യൻ പൂർണ്ണനും തികവുള്ളവനായി മാറുന്നത് ദൈവവുമായുള്ള നിരന്തരമായ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിലാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കുന്ന മനുഷ്യനാണ് പൂർണ്ണനായ മനുഷ്യൻ. ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടവൻ മനുഷ്യനല്ലാതെ തകരുകയാണ്. ഭൗതികമായിട്ട് നാം ആദാമിൻ്റെ പാപത്തിൻ്റെ ഭവിഷ്യത്തുകൾ, ഭൗതിക മരണം മുതൽ അത് അനുഭവിക്കുകയാണ്, ആത്മീക മരണം ഉൾപ്പെടെയെല്ലാം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, 8-ാം വാക്യം, 10-ാം വാക്യം, 17-ാം വാക്യം, 20-ാം വാക്യം, 26-ാം വാക്യത്തിലൊക്കെ ഇപ്രകാരം ഒരു പ്രയോഗം നമുക്ക് പരിചയപ്പെടാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം ആദ്യമായിട്ടാണ് ആ പ്രയോഗം ഉണ്ടായത്. അവിടെ ആദ്യത്തെ 5-ാമത്തെ വാക്യത്തിൽ നോക്കിയാൽ ആദാമിൻ്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. 8-ാം വാക്യം സേത്തിൻ്റെ ആയുഷ്കാലം ആകെ 912 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. 10-ാം വാക്യം ഏനോസ് 815 സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെ ജനിപ്പിച്ച് ഏനോസിൻ്റെ ആയുഷ്കാലം ആകെ 905 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു എന്ന പ്രയോഗം അധ്യായത്തിൽ 17-ാം വാക്യം, 20-ാം വാക്യം, 26-ാം വാക്യത്തിലൊക്കെ കാണാം. ഇവിടെ പൗലോസ് റോമലേഖനം 5-ലെ പ്രധാന ഊന്നലെന്ന് പറയുന്നത് ആത്മീക ബന്ധം, ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ആത്മീക ബന്ധത്തിന് വന്നതായ തകർച്ചകളും ഭവിഷ്യത്തുകളുമാണ്. അല്ലാതെ ശാരീരിക ബന്ധം, മനുഷ്യനും തൻ്റെ ശരീരവുമായുള്ള ബന്ധത്തെക്കുറിച്ചല്ല. അപ്പം റോമലേഖനം 5-ൽ പൗലോസ് പ്രധാനമായി ഊന്നൽ നൽകുന്നത് ഈ ആദാമിൻ്റെ പാപത്താൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിൽ വന്ന തകർച്ചകളെക്കുറിച്ചാണ്. ഈ ഭൗതിക മരണമെന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്. മാത്രമല്ല അത് സംഭവിക്കുന്നൊരു ഭയാനകമായൊരു മരണത്തിൻ്റെ ഒരു സാക്ഷ്യം, ചൂണ്ടുപലക കൂടിയാണ്. ഏതാണ് ആ ഭയാനകമായ മരണം? പാപനിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുക. ആ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ആത്മീകമായി അകലുന്നു എന്നതിൻ്റെ ഒരു രോഗം, ആ ഭവിഷ്യത്തിൻ്റെ ലക്ഷണം മാത്രമാണ് ശരീരത്തിലെ മരണം. അതൊരു സാക്ഷ്യമാണ്, ചൂണ്ടിക്കാട്ടുകയാണ്. എഫേസ്യർ 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചവരായ നിങ്ങൾ. ആത്മീക മരണമാണ്. അപ്പോൾ ആദാം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച നിമിഷം ആദാം ആത്മീകമായി മരിച്ചു, ദൈവത്തോട് ആത്മീകമായി അകന്നു. ജീവൻ്റെ ഉറവിടമാണ് ദൈവം. ആ ദൈവമായിട്ട് ആത്മീകമായി അകന്നു. തുടർന്ന് ശാരീരികമായി അധംപതനം ആരംഭിച്ചു. താൻ കാലഹരണപ്പെട്ടു, അതായത് തിരിച്ച് പൊടിയിലേക്കും മണ്ണിലേക്കും മടങ്ങിപ്പോകുന്ന ഒരു യാത്ര ആരംഭിച്ചു. അതാണ് തൻ്റെ പതനം. മനുഷ്യൻ്റെ പതനം അവിടെ തുടങ്ങി. പക്ഷേ ഈ പതനം തീരുന്നത്, മാറുന്നെവിടെയാണ്? ആ മനുഷ്യൻ ക്രിസ്തുവിൽ വരുമ്പോൾ അവൻ പൂർണ്ണനായി തിരികെ പ്രാപിക്കുന്നു. നഷ്ടപ്പെട്ടത് പുനഃസ്ഥാപിക്കപ്പെടുന്നു. ജീവനുള്ള ദൈവമായിട്ട്
അവൻ ബന്ധം പുനഃസ്ഥാപിക്കുന്നു. അതിൻ്റെ തെളിവാണ് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നത്. സ്നാനമേൽക്കുന്നൊരു ദൈവ പൈതലിൽ ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നുകൊണ്ട് ജീവനുള്ള ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ തെളിവ് തരുന്നു. എന്നിട്ട് ഒരു ദിവസം നമ്മെ ഭൗതിക മരണത്തിൽ നിന്ന് എന്നേക്കുമായി അമർത്യതയിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇത് റോമലേഖനം 8-ാം 9 മുതൽ 25 വരെ, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16 മുതൽ 5-5 വരെ, 1 കൊരിന്ത്യർ 15 20 മുതൽ 28 വരെ, ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 20-21, 1 തെസ്സലോനിക്കർ 4-ന്റെ 13 മുതൽ 18 വരെ, 1 യോഹന്നാൻ 3-2 എല്ലാം ഈ വിഷയത്തെ സംസാരിക്കുന്ന വേദഭാഗങ്ങളാണ്. അപ്പോൾ റോമലേഖനം 5-ന്റെ 12 മുതൽ 21 നമ്മൾ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആദാമിൽ എല്ലാവരും മരിക്കുമെന്ന് പറഞ്ഞ് ആ പ്രയോഗം ഉപയോഗിക്കുമ്പോൾ എല്ലാവരും എന്നവിടെ ഉൾപ്പെടുമ്പോൾ ആദാമിൻ്റെ പാപത്തിന് തുല്യമായി പാപം ചെയ്യാത്തൊരെന്നൊക്കെ പ്രയോഗം നമ്മൾ സംസാരിക്കുക വ്യക്തമായി ഓർക്കണം. ആദാമിൻ്റെ പാപത്തിൻ്റെ ആ വലിയ കുറ്റബോധം നമ്മുടെ മേൽ വരുന്നില്ല. ആദാമിൻ്റെ പാപത്തിന് തുല്യമായല്ല നമ്മൾ പാപം ചെയ്തത്. അതുകൊണ്ട് ആദാമിൻ്റെ പാപത്തിന് നാം കുറ്റക്കാരായാൽ ക്രിസ്തുവിൻ്റെ നീതീകരണത്തിലും നാം താനേ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ആ ഒരു വ്യാഖ്യാനം ക്രിസ്തുവിൻ്റെ കാര്യത്തിലും വരും. ആദാമിൻ്റെ പാപത്തിൽ നമ്മൾ കുറ്റക്കാരായാൽ ക്രിസ്തുവിൻ്റെ നീതീകരണ ശുശ്രൂഷ, നീതീകരണ യാഗത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്കും വരും. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. അത് വസ്തുതയ്ക്ക് നിരക്കാത്ത വ്യാഖ്യാനമാണ്. അപ്പോൾ ആദാമിലെല്ലാവരും, ആദാമിൻ്റെ പാപത്തിൽ നിങ്ങളും ഞാനും പങ്കെടുത്തിട്ടുണ്ട്. പാരമ്പര്യമായി അവകാശമായി ആദാമിൻ്റെ പാപം നമ്മളിലേക്ക് പടർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ തിരിച്ചും പറയണം, ക്രിസ്തുവിൻ്റെ നീതി നമ്മളിലേക്കും വരും. ഇപ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ന്യായീകരിച്ചപ്പോൾ 2 വശത്തും അത് ഒരേപോലെ പറയണം. അപ്പോൾ ആദാമിൻ്റെ പാപം നമ്മളിലേക്ക് പാരമ്പര്യമായി വരുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ നീതി നമ്മളിലേക്ക് വരണം. അപ്പോൾ ആദാമിൻ്റെ പാപം നമ്മളെ സാർവലൗകികമായി നിബന്ധനകളില്ലാതെ നമ്മളെയും പാപികളായി കണക്കിടുവാൻ കാരണമായെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂസിലെ യാഗം, ആ നീതീകരണ യാഗം നമ്മളെയും സാർവലൗകികമായി നിബന്ധനകളില്ലാതെ നീതീകരിക്കപ്പെടണം. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഈ വേദഭാഗം കൈകാര്യം ചെയ്യാൻ. ഓരോരുത്തരും പാപം ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ നീതിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ, യാഗത്തിൻ്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ അതിനോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കണം. ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർപ്പിനോടും നമ്മൾ അനുസരണം കാണിക്കണം. അതുകൊണ്ട് വേദഭാഗത്തിൽ ഒരിക്കലും നിങ്ങളും ഞാനും ആദാമിൽ പാപം ചെയ്തു എന്ന് പറയുന്നില്ല. നാം എല്ലാവരും പാപം ചെയ്തു എന്നാണ് പറഞ്ഞത്. ആദാമിൽ നിങ്ങളും ഞാനും പാപം ചെയ്തില്ല. നമ്മളോരോരുത്തരും അല്ലാതെ പാപം ചെയ്തു. പക്ഷേ ആദാമിലൂടെ പാപം ലോകത്തിലേക്ക് കയറി വന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണവും കയറി വന്നു. അതുകൊണ്ട് സുബോധമുള്ള, തിരിച്ചറിവുള്ള, പക്വതയുള്ള, പ്രായപൂർത്തിയായ എല്ലാ മനുഷ്യരും പാപം ചെയ്തു എന്നാണ് വചനം പറയുന്നത്. റോമലേഖനം 3:21 എല്ലാവരും പാപം ചെയ്തു. സുബോധമുള്ള, തിരഞ്ഞെടുക്കാൻ അവകാശവും കഴിവും പ്രാപ്തിയും ബോധവുമുള്ള സകല മനുഷ്യരും പാപം ചെയ്തു. മനുഷ്യവർഗം മുഴുവൻ കാരണം പാപലോകത്തിൽ വന്നിട്ടുണ്ട്. പാരമ്പര്യമായി കിട്ടുന്നില്ല. അത് തിരുവെഴുത്തിൽ മറ്റ് വേദഭാഗങ്ങൾ സാക്ഷ്യപ്പെടുത്തും. ഇത് പുറപ്പാട് 32-33 ഇവിടെ ദൈവം പറഞ്ഞു, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. എന്നോട് പാപം ചെയ്തവൻ, അവൻ്റെ അപ്പൻ്റെയോ അമ്മയുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മക്കളുടെ അല്ല, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ. ആവർത്തനം 24:16 മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. താൻ്റെ പാപത്തിന് താൻ മരണശിക്ഷ അനുഭവിക്കണം. ആവർത്തനം 24:16 2 രാജാക്കന്മാർ 14:6 പുത്രന്മാർക്ക് പകരം പിതാക്കന്മാരും പിതാക്കന്മാർക്ക് പകരം പുത്രന്മാരും മരണശിക്ഷ അനുഭവിക്കരുത്. 2 ദിനവൃത്താന്തം 25:4 അപ്പന്മാർ പുത്രന്മാർ നിമിത്തവും അപ്പന്മാർ പുത്രന്മാർ നിമിത്തം മരിക്കരുത്, പുത്രന്മാർ അപ്പന്മാർ നിമിത്തം മരിക്കരുത്. ഓരോരുത്തൻ താൻ്റെ സ്വന്തം പാപം നിമിത്തമേ മരിക്കാവൂ. എസെക്കിയേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം മുഴുവൻ വായിക്കണം. സകല ദേഹികളും എനിക്കുള്ളത്, അപ്പൻ്റെ പ്രാണനും മകൻ്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്ത ദേഹി മരിക്കും. മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകൻ്റെ അകൃത്യം വഹിക്കേണ്ട. മത്തായി 16-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പുതിയ നിയമത്തിൽ ക്രിസ്തു പറഞ്ഞ വാക്ക് കേൾക്കാം. മത്തായി 16-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു പറഞ്ഞത്, മനുഷ്യത്വം തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായിട്ട് വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ഓരോരുത്തനും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ. എന്നാൽ നിൻ്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിതിച്ചു വയ്ക്കും. അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും.
ദൈവത്തിൻ്റെ മക്കൾ മുഖപക്ഷമില്ല. അതിപ്പോൾ തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനും. ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഓരോരുത്തരും ചെയ്ത പാപത്തിൻ്റെ അനന്തരഫലമാണ് അത്. 2 കൊരിന്ത്യർ 5:10 സുപ്രധാനമായ വേദഭാഗം. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. മറ്റൊരാളുടെ ശരീരത്തിൽ അയാൾ ചെയ്ത, ആ സഹോദരി ചെയ്ത, ആ സ്ത്രീ ചെയ്ത, ആ പുരുഷൻ ചെയ്ത പാപത്തിൻ്റെ ഫലം മറ്റൊരാൾ അനുഭവിക്കുന്നില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് തക്കതായാലും നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കും. വെളിപാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം, വെളിപാട് 20-12-13 വാക്യങ്ങൾ ഇങ്ങനെ കാണാം. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്നുള്ള മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്കടുത്ത വിധിയുണ്ടായി. ഓരോരുത്തരും. ഇപ്പം തിരുവെഴുത്തിൽ വളരെയധികം സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് അപ്പൻ്റെ ആദാമിൻ്റെ പാപമല്ല നമ്മൾ വഹിക്കേണ്ടത്. ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ ശിക്ഷ അനുഭവിക്കണം. എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട കാര്യമില്ല. അത് ദൈവപദ്ധതിയല്ല. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ അത് ആവർത്തനത്തിലും 2 രാജാക്കന്മാരിലും 2 ദിനവൃത്താന്തത്തിലൊക്കെ മോശയുടെ ന്യായപ്രമാണം പറയുന്ന പോലെയെന്ന് ആവർത്തിച്ച് ദൈവത്തിൻ്റെ നിയമത്തെ അവതരിപ്പിക്കുന്നത് കാണാം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ റോമലേഖനം 5 പറഞ്ഞ മറ്റൊരു കാര്യം, ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം വരുന്നതിന് മുമ്പ് തന്നെ മരണലോകത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ട്? പാപം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. മോശയുടെ ന്യായപ്രമാണം വന്നതിന് ശേഷമല്ല മരണം ഭൂമിയിലുണ്ടായത്. അതിനു മുമ്പേ മരണഭൂമിയിലുണ്ട്. കാരണം പാപം മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാപം ചെയ്യുന്നുകൊണ്ട് മരിക്കുകയാണല്ല. പാപം പാരമ്പര്യമായി കിട്ടിയതല്ല. പാപം ചെയ്യുകയാണ് മനുഷ്യൻ. ആദാമിൻ്റെ കാലം മുതൽ തന്നെ ആദാമാണ് ആദ്യമായിട്ട് ദൈവത്തെ നേരിട്ട് നിയമം പ്രാപിച്ച മനുഷ്യൻ. പിന്നീട് മോശയ്ക്ക് ദൈവത്തെ നേരിട്ട് നിയമം പ്രാപിച്ച മനുഷ്യരാണ്. ഇപ്പോൾ മോശയുടെ ന്യായപ്രമാണം ലോകത്തിൽ വരുന്നതിന് മുമ്പ് വരെയും അതുവരെയും മരണഭൂമിയിലുണ്ട്. മരണം വാഴുകയാണ്. കാരണം പാപം ഓരോരുത്തരും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരും പാപം ചെയ്തു. പാപം ചെയ്ത മനുഷ്യരൊക്കെ മരിക്കും. ന്യായപ്രമാണം വന്നതുകൊണ്ടല്ല മരണം വന്നത്. ചില വിഭാഗങ്ങൾ, പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളും കാൽവിനിസ്റ്റുകളും മറ്റു പല വിഭാഗങ്ങളുമെല്ലാം ജന്മപാപം, ആദിപാപം, പാപം പാരമ്പര്യമായിട്ട് കയറി വരുന്നതാണ്, ലഭിക്കുന്നതാണെന്ന് പറയുമ്പോൾ റോമലേഖനത്തിൽ പൗലോസ് 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-20 വരെ നൽകിത്തന്ന ഉപദേശങ്ങളെ ഖണ്ഡിക്കുകയാണ്. കാരണം പൗലോസ് യഹൂദന്മാരെയും പുറജാതികളെ ഓരോരുത്തരെയും വിളിച്ചു വരുത്തി പ്രതിക്കൂട്ടിലെന്ന പോലെ കോടതി മുറി കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർ ചെയ്ത പാപത്തെ ചൂണ്ടിക്കാട്ടുകയാണ്. പാപം പാരമ്പര്യമായിട്ട് കടന്നു വരുന്ന ഒന്നാണെങ്കിൽ പൗലോസ് ഇങ്ങനെ അവതരിപ്പിക്കില്ല. അയ്യോ നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മൾ ആദാമിൻ്റെ പാപവും പേറിക്കൊണ്ട് ആ ശിക്ഷയും പേറിക്കൊണ്ടാണ് ജനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ പൗലോസ് വ്യക്തമായി റോമലേഖനം 1-18 മുതൽ അനീതി കൊണ്ട് ദൈവത്തിൻ്റെ സത്യത്തെ തടുക്കുന്ന മനുഷ്യർക്കെതിരെ ദൈവത്തിൻ്റെ കോപം വരുന്നതിനെക്കുറിച്ച് 3-20 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പറഞ്ഞു. പുറജാതികളും പാപം ചെയ്തു. അവർക്ക് മോശയുടെ ന്യായപ്രമാണമില്ല. അവരും പാപം ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേക രീതിയാണ്. ദൈവത്തിൻ്റെ വഴി വേറെയാണ്. അവരുടെ മനസ്സാക്ഷി, അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റച്ചുമത്തുകയും പ്രതിവാദിക്കുകയും ചെയ്തുകൊണ്ട് ന്യായപ്രമാണം അവരിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കുന്നു. അവരിൽ തന്നെ ഒരു ന്യായപ്രമാണമുണ്ട്. ന്യായപ്രമാണമില്ലെങ്കിൽ പാപമില്ല. 147 സങ്കീർത്തനത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ ദൈവം വ്യക്തമായി ഇങ്ങനൊരു കാര്യം പറയും. 147-ൻ്റെ 19-20 അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. ദൈവം തൻ്റെ ജനത്തിന് ന്യായപ്രമാണം കൊടുത്തു, ഇസ്രായേൽ ജനത്തിന് കൊടുത്തു. പക്ഷേ പുറജാതികൾക്കിതില്ല. പുറജാതികൾക്ക് വേറെ രീതിയാണ്. അവിടെ ചുറ്റുമുള്ള പ്രകൃതി, അവരുടെ മനസാക്ഷി, അവരുടെ വിചാരങ്ങൾ, അവരിൽ തന്നെ ന്യായപ്രമാണമുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. റോമലേഖനം അതിൻ്റെ 2-ാം അധ്യായം 12 മുതൽ 14 വരെ. അപ്പോൾ അവർക്ക് പാപത്തിൻ്റെ ജ്ഞാനമുണ്ട്. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം നോർത്ത് മഹത്വീകരിച്ചില്ല. റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21, 28, 32. റോമർ 1-21 അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം നോർത്ത് മഹത്വീകരിക്കും, നന്ദി കാണിക്കുക ചെയ്യാതെ. അപ്പോൾ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് ചെയ്യാത്തത് പാപമാണ്. അതിൻ്റെ 28-ാമത്തെ വാക്യത്തിലും കാണാം, ദൈവത്തെ പരിജ്ഞാനത്തെ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം ഒരു ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. എന്തുകൊണ്ട്? ദൈവം കൊടുത്ത പരിജ്ഞാനം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായില്ല. 32-ാം വാക്യം ശ്രദ്ധിക്കുക. റോമർ 1 അവിടെ കുറേ പാപത്തിൻ്റെ പട്ടിക അവതരിപ്പിക്കും.
അസൂയ, കൊല, പിണക്കം, കപടം, ശീലം, കുരുളക്കാർ, ഏഷ്ണിക്കാർ, ദൈവദ്വേഷികൾ, ദുഷ്ടന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പൊതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും, പുറജാതികളെക്കുറിച്ചാണ്. ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവർ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്തു. ഇപ്പോൾ പുറജാതികൾ, അവർക്കും അറിയാം മോശയുടെ ന്യായപ്രമാണം ഇല്ലെന്നേ ഉള്ളൂ. അവർക്കറിയാം ദൈവത്തിൻ്റെ നിയമമെന്ത്, ദൈവം ആവശ്യപ്പെടുന്നതെന്ത്, ദൈവത്തിൻ്റെ കൽപ്പനകളെന്ത്, അവർ ചെയ്യേണ്ടതെന്ത്. പക്ഷെ അവരത് തള്ളിക്കളഞ്ഞു. ദൈവത്തെ പരിജ്ഞാനത്തെ ധരിപ്പാൻ ഇഷ്ടമല്ല. ഇപ്പോൾ പുറജാതികൾക്കും പാപത്തെക്കുറിച്ചുള്ള അറിവുണ്ട്. ഈ അറിവ് ഒരു നിയമത്തിലൂടെയാണ്. എല്ലാ മനുഷ്യരും ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ കീഴിലാണ്. നിയമം ഉള്ളതുകൊണ്ടാണ് പാപബോധം വരുന്നത്. മോശയുടെ ന്യായപ്രമാണം യഹൂദന്മാർക്ക് കൊടുത്തു. പക്ഷേ പുറജാതികൾക്ക് അവർക്കും അവിടെ ജീവിതത്തെ കാണാൻ, തിരിച്ചറിയാൻ, തെറ്റ് മനസ്സിലാക്കാനുള്ള വഴികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം വ്യക്തമായിട്ട് റോമലേഖനം 4-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെ ദൈവം അഭക്തനെ നീതീകരിക്കുക ദൈവമെന്ന് വ്യക്തമായി കാണിച്ചു തരും. ഇവിടെ നമ്മൾ പറഞ്ഞു തന്ന് അവസാനിപ്പിക്കുമ്പോൾ ബാക്കി നമുക്ക് അടുത്ത പാഠത്തിൽ ഉപസംഹരിക്കുന്നതാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് റോമലേഖനം 5:12-21 പറയുമ്പോൾ ഇതൊരു വലിയ ലളിതമായൊരു സത്യം പറയുകയാണ്. എന്താണ് സത്യം? പാപമെന്നത് സാർവലൗകികമായി മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. പാപം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. എല്ലാവരും പാപത്തിൻ്റെ കീഴിലാണ്. പാപം എല്ലാ മനുഷ്യരെയും വ്യാപരിച്ചിരിക്കുന്നു. കഴിവുള്ള എല്ലാ മനുഷ്യരും, പ്രായപൂർത്തിയും പക്വതയും ഉള്ള എല്ലാ മനുഷ്യരും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യുക തന്നെ ചെയ്യും. പ്രമാണമില്ലാതെ പാപം വെളിപ്പെടുന്നില്ല. അതുകൊണ്ട് ആരും പ്രമാണമില്ലാത്തവരല്ല. ആദാമിന് വരെ പ്രമാണം കൊണ്ട് ഈ വൃക്ഷത്തിൻ്റെ പഴം തിന്നരുത്, അത് നിയമമാണ്. പുറജാതികൾക്കുമുണ്ട്. അവർക്ക് മോശയുടെ ന്യായപ്രമാണമില്ല, പക്ഷെ അവർക്ക് നിയമമുണ്ട്. അപ്പോൾ ആദാമിന് ദൈവം ആദ്യം പ്രമാണം കൊടുത്തു, വ്യക്തമായി ഭൗതിക മരണത്തെക്കുറിച്ച് താക്കീത് കൊടുത്തു. അത് ആത്മീയ മരണത്തിലേക്ക് എത്തി. അപ്പോൾ ആദാം മുതൽ മോശ വരെ, മോശയിലൂടെ പ്രമാണം കിട്ടുന്നത് വരെയും മരണം വാഴുകയായിരുന്നു. ആദാമിൻ്റെ പാപത്തിൻ്റെ കുറ്റം അവരെ ഏറ്റെടുക്കണ്ട, പക്ഷെ ഭവിഷ്യത്ത് ലോകം മുഴുവൻ വ്യാപിച്ചു. എല്ലാവരിലും ആ ഭവിഷ്യത്ത് വ്യാപിച്ചു. നമുക്ക് ചുറ്റും അനേക തെളിവുകൾ കാണാം. അനേക ശിശുക്കൾ യുദ്ധം കൊണ്ടും യുദ്ധക്കെടുതികൾ കൊണ്ടും തകർന്ന് മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന, ചൈൽഡ് അബ്യൂസ് നടത്തുന്ന കുട്ടികൾ അനുഭവിക്കുന്ന വേദനകൾ, മദ്യപിച്ച് ലക്ക് തെറ്റി വാഹനം വന്നിടിച്ച് കൊല്ലപ്പെടുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങൾ. ഇത് നമ്മുടെ ചുറ്റും ഈ പാപത്തിൻ്റെ ഭവിഷ്യത്ത് നിരന്ന് കിടക്കുന്നതാണ്. ഈ മരിക്കുന്ന കുഞ്ഞുങ്ങളൊന്നിന് കാരണക്കാരല്ല, എങ്കിലും അത് അനുഭവിക്കണം. കാരണം പാപം പലരെയും ബലിയാടാക്കും. പാപം ഒരു നശീകരണ ശക്തിയുള്ളതാണ്. അപ്പോൾ ഈ റോമലേഖനം 5:12 മുതൽ 21 വരെ ആദാമും രണ്ടാം ആദാമായ ക്രിസ്തു, ആദാമിലൂടെ വന്ന തകർച്ച ക്രിസ്തുവിലൂടെ പരിഹരിക്കപ്പെട്ടതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി നമ്മളിനി അടുത്ത പാഠത്തിൽ അവസാനത്തെ റിവിഷനിലൂടെ നമ്മൾ കാണുന്നതാണ്. തുടർന്ന് നമ്മൾ 6-ാമത്തെ ഇതിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഒരു 12ഓളം അവതരണത്തിലൂടെയാണ് നമ്മൾ ഈ വേദഭാഗം പരിചയപ്പെട്ടത്. പൂർണ്ണമായി എല്ലാം പഠിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ നമ്മൾ അറിയേണ്ട അടിസ്ഥാന സത്യങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അറിയേണ്ട അടിസ്ഥാന സത്യങ്ങൾ, സ്പഷ്ടമായ ചില സത്യങ്ങൾ ദൈവം നമ്മളെ പറഞ്ഞു കേൾപ്പിച്ചു. നമ്മുടെ ഉത്തരവാദിത്വം, പാപത്തിൻ്റെ ഭയാനകമായ അവസ്ഥ, വ്യക്തിപരമായ തീരുമാനത്തിൻ്റെ പ്രാധാന്യം, ഉത്തരവാദിത്വം, ഉയർത്തെഴുന്നേൽപ്പ്, ക്രൂസിൻ്റെ പ്രാധാന്യം, കൃപയുടെ ആവശ്യകത, മരണം ഒഴിവാക്കാനാകാത്തത്, ഏകനായാലും അതിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ നമ്മൾ കണ്ടു. സ്പഷ്ടമായ സത്യങ്ങളാണ്. ഈ വേദഭാഗം വളരെ അനുഗ്രഹമായ വേദഭാഗമാണ്. പക്ഷേ അനേകർക്ക് ഇത് തുറക്കാൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വേദം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ, കാഴ്ചപ്പാടുകളെ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ സഹായിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധയ്ക്കും പ്രാർത്ഥനയ്ക്കും നന്ദി. താങ്ക് യു.